എന്തിനാ ദൈവമേ എനിക്ക് കഷ്ടകാലം എല്ലാം തരുന്നത്? ഞാൻ മടുത്തു. എന്താ മോനെ, എന്നെ പറ്റി? പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിനായി എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മോനെ, നിനക്ക് ദിവ്യകാരുണ്യത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടച്ചാ, പക്ഷേ എൻ്റെ ജീവിതം എപ്പോഴും ദുരിതം മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ. എനിക്ക് ഞാൻ എന്നെ ചെയ്യണ്ടേ? മോനെ, ആദ്യം എന്താ വിശുദ്ധ കുർബാന? വിശുദ്ധ കുർബാനയിൽ എന്താണ് ഈശോ നമുക്ക് വേണ്ടി ചെയ്തത് എന്നൊന്ന് മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്താ ശരിക്കും വിശുദ്ധ കുർബാന? മോൻ എന്താ മനസ്സിലായിരിക്കുന്നത്? ഈശോ നമുക്ക് വേണ്ടി മുറിയപ്പെട്ട. ശരിയാണ്. ഈശോയുടെ സഹനം, മരണം, ഉത്ഥാനം, ഈ 3 കാര്യത്തിൽ നമ്മൾ പങ്കുചേരുകയും ആ പങ്കുചേരുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി നേടിയെടുത്ത കൃപ സ്വന്തമാക്കുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളിൽ പങ്കെടുക്കാനാണ് വരുന്നത്. 1 കർത്താവിൻ്റെ സഹനത്തിൽ, 2 കർത്താവിൻ്റെ മരണത്തിൽ, 3 കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ. ഈ 3 കാര്യത്തിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ ആ ഒരു വലിയ കൃപ, അതായത് തമ്പുരാൻ നമുക്ക് വേണ്ടി നേടിയെടുത്ത രക്ഷ സ്വന്തമാക്കുന്നത് നമ്മൾ ഈ 3 കാര്യങ്ങളിൽ പങ്കാളികളാവുമ്പോഴാണ്. ശരിക്കും നമ്മുടെ ജീവിതം ഒരു ബലിയാണ്. ആ ബലിയിൽ വേദനയുണ്ട്, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, സഹനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാത്തിലൂടെയും കടന്നുപോയി കർത്താവിൻ്റെ ഈ പരിശുദ്ധമായ അൾത്താരയിൽ നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് സമർപ്പിക്കുമ്പോഴല്ലേ ശരിക്കും ഒരു ബലി പൂർത്തിയാവുന്നത്. ആ ബലിയില്ലേ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരിയിൽ ഏറ്റെടുത്ത ആ സങ്കടങ്ങളും സഹനങ്ങളും ആ ഒരു രക്ഷയൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു കാര്യം എപ്പോഴും മനസ്സിലോർക്കാം, കർത്താവിൻ്റെ വഴിയെ നടക്കുന്നവന് ഈ സഹനങ്ങളും ഈ വേദനകളും ഈ ദുഃഖങ്ങളെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. പൗലോസ്ലിഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം എന്താണെന്നറിയാമോ? നിന്റെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനം, ഒരു സഹനം നിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ തമ്പുരാൻ അനുവദിക്കില്ല. മോനെ, വിശുദ്ധ പൗലോസ്ലിഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെയാണ്: നിന്റെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനം, ഒരു സഹനം നിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ കർത്താവ് അനുവദിക്കില്ല. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സഹനങ്ങളില്ലാത്തൊരു ജീവിതം കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തിട്ടില്ല. ഒരു കാര്യം ഓർത്താൽ മതി, നമ്മുടെ ജീവിതത്തിൽ ഏത് സഹനങ്ങൾ വരുമ്പോഴും ഏത് വേദന വരുമ്പോഴും കർത്താവ് അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ സഹനം നമുക്ക് തരികയില്ല, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ മതി, സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്, സഹനങ്ങളുണ്ട്, ഇതൊക്കെ രക്ഷയാക്കി മാറ്റാൻ കർത്താവിന് പറ്റും, അത് ഉറപ്പാണ്. ആ ഒരു വിശ്വാസത്തിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചു മതി മോനെ. ഇല്ലച്ചാ, അച്ഛൻ അറിയോ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. പക്ഷെ അതിലൊന്നും എനിക്ക് ഈശോയെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വിളക്കന്നൂര് ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ചിന്തകൾ, ഈശോ ശരിക്കും വസിക്കുന്നുണ്ട് ദിവ്യകാരുണ്യത്തിൽ നിന്ന്. ശരിക്കും എന്തുകൊണ്ടാച്ചാ എനിക്ക് എൻ്റെ സാധാരണ കുർബാനയിൽ എനിക്ക് ഈശോയെ കാണാൻ സാധിക്കാത്ത? മോനെ, എന്തുകൊണ്ടാ വിശുദ്ധ കുർബാനയെ നമ്മൾ ദിവ്യകാരുണ്യം എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? ശരിക്കും കാരുണ്യ പ്രവർത്തികൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മറ്റുള്ളവരെ സഹായിക്കുക, വേദനയിൽ ആശ്വാസം നൽകുക, അവരുടെ കൂടെ ആയിരിക്കുക, ഇതൊക്കെയാണ്. ഈശോ നമുക്ക് വേണ്ടി ചെയ്തെന്താണ്? ഈശോ നമുക്ക് വേണ്ടി കൂടെ ആയിരിക്കുക മാത്രമല്ല, മറിച്ച് കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാവം അവൻ തന്നെ മുറിച്ച് പകുത്ത് നൽകി, അതായത് ജീവൻ നൽകി. ഇതിനപ്പുറത്തേക്ക് നമ്മളോട് എങ്ങനെയാണ് ഒരാൾക്ക് കാരുണ്യം കാണിക്കാൻ പറ്റുന്നത്? ശരിക്കും ആ കാരുണ്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായിരുന്നു ഈശോ നമുക്ക് വേണ്ടി കാൽവരിയിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് നമുക്ക് വേണ്ടി ഈ വലിയൊരു കാരുണ്യം കാണിച്ചത്. അതുകൊണ്ടാണ് നമ്മളതിനെ ദിവ്യകാരുണ്യം എന്ന് വിളിക്കുന്നത്. ഇനി ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈ വിളക്കന്നൂരിൽ കണ്ടത് വലിയ ഒരു അടയാളമാണ്. എന്താണ് അടയാളം? ഈ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ പരിശുദ്ധമായ സാന്നിധ്യം ഉണ്ട്. അത് നിങ്ങൾ കണ്ട് വിശ്വസിക്കണം. ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നതാണ്, ദൈവമേ കണ്ടു, അത് വിശ്വസിച്ചു, പക്ഷേ
വീണ്ടും ഞാൻ അടുത്ത കുർബാനയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഈശോയുടെ ആ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. നഗ്നനേത്രകൾക്കോട് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈശോയുടെ യഥാർത്ഥമായ സാന്നിധ്യം അവിടെ ഉണ്ട്. ഞാനൊരു കുഞ്ഞ് സംഭവം മോനോട് പറയാം. അതായത് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ 56 ദിവസം ICUവിൽ കിടന്നൊരു കുഞ്ഞിനെ എനിക്കറിയാം. എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, ഈ കുഞ്ഞിൻ്റെ വല്യപ്പച്ചൻ ഞാനായിരിക്കുന്ന സ്ഥാപനത്തിൽ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ സാറ് പറഞ്ഞൊരു കാര്യം എനിക്ക് അത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. 46 ദിവസം ഈ കുഞ്ഞ് ICUവിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. ഈ വെന്റിലേറ്റർ കിടക്കുമ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് ഈ കുഞ്ഞിന് യാതൊരു മാറ്റവും ഓരോ ദിവസവും കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു മാരകമായ രോഗം, ഒരു വൈറസ് ബാധ, ആ കുഞ്ഞ് ദിവസം ചെല്ലുന്തോറും ശരീരത്തിൻ്റെ ചലനങ്ങൾ ഇല്ലാണ്ടാവുന്നു. അങ്ങനെ ഏകദേശം 46 ദിവസങ്ങൾ കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഹിന്ദുവായ ഒരു ഡോക്ടർ ഈ മാതാപിതാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സാധാരണ എന്നാ ഈ ഒരു രോഗമൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും, വിശുദ്ധ കുർബാന ചൊല്ലും. ആ ഡോക്ടർ, ഹിന്ദുവായൊരു ഡോക്ടർ, വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പൈസ ഇവർക്ക് കൊടുക്കുകയാണ്. പൈസ ഇവർക്ക് കൊടുത്ത് നിങ്ങൾ കുഞ്ഞിന് വേണ്ടി ഒരു വിശുദ്ധ കുർബാന ചൊല്ലിക്കണം എന്ന് പറയുകയാണ്, ഒരു ഹിന്ദുവായ ഡോക്ടർ. അതിനുശേഷം വിശുദ്ധ കുർബാനയ്ക്ക് ചൊല്ലിച്ചു. ഈ ഡോക്ടർ വീണ്ടും ചോദിക്കുകയാണ്, നമുക്ക് ഈ കുഞ്ഞിന് വിശുദ്ധ കുർബാന കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഈ മാതാപിതാക്കൾ പറഞ്ഞു, ഡോക്ടർ അനുവദിച്ചാൽ, പക്ഷേ കുഞ്ഞിന് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും ഇല്ലല്ലോ, ഇപ്പോൾ എങ്ങനെ കൊടുക്കാൻ പറ്റും? ട്യൂബിലൂടെ കൊടുക്കാം. ഈ കുഞ്ഞിന് ട്യൂബിലൂടെ വിശുദ്ധ കുർബാന കൊടുത്ത അന്ന് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. എന്ന് വെച്ചാൽ ശരീരം അനക്കാൻ തുടങ്ങി, മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങി. വീണ്ടും ഈ കുഞ്ഞിന് വിശുദ്ധ കുർബാന കൊടുത്തു. വീണ്ടും ഈ കുഞ്ഞിൻ്റെ ശരീരസ്ഥിതി, ആരോഗ്യസ്ഥിതി പെട്ടെന്ന് ഓൾറൈറ്റ് ആവുകയാണ്. അപ്പോൾ ഈ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ മാതാപിതാക്കൾ ഒരു വൈദ്യനെ വിളിച്ച് ഈ കുഞ്ഞിന് വിശുദ്ധ കുർബാന കൊടുത്തു. അന്നു മുതൽ ഈ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി ബെറ്റർ ആകാൻ തുടങ്ങി, മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങി. ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര ഹോപ്പായി. അതുവരെയും യാതൊരു ഹോപ്പും ഇല്ലായിരുന്നു, ഭയങ്കര ഹോപ്പായി. വീണ്ടും ഒരിക്കൽ കൂടി കുഞ്ഞിന് വിശുദ്ധ കുർബാന കൊടുത്തതിന് ശേഷം കുഞ്ഞിന് വലിയ മാറ്റം ഉണ്ടായി. അതിനുശേഷം ഞാൻ പോയി ഈ കുഞ്ഞിനെ ICUവിൽ പോയി കണ്ടു. സഹോദരൻ, എനിക്ക് ഭയങ്കരമായ ഒരു സന്തോഷം തോന്നിയത് വിശുദ്ധ കുർബാന കൊടുത്തപ്പോൾ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ. ആ കുഞ്ഞ് പെട്ടെന്ന് തന്നെ ആരോഗ്യം വീണ്ടെടുത്തു വരുന്നു. പെട്ടെന്ന് തന്നെ ആ കുഞ്ഞ് സുഖം പ്രാപിക്കുന്നു. ആ കുഞ്ഞ് ആശുപത്രി വിട്ടു. ഇപ്പോഴും ചെറിയ മെഡിക്കേഷനൊക്കെ ഉണ്ട്, കാരണം അത്രമാത്രം സീരിയസ് ആയിട്ടുള്ള രോഗമായിരുന്നു. ഇപ്പോഴും മെഡിക്കേഷൻ ഉണ്ട്. എന്നാലും കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി ഭയങ്കരമായിട്ട് ബെറ്ററായി. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഇതാണ്, വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുഞ്ഞിന് ഈ ഒരു അപ്പം കൊടുക്കുമ്പോൾ എങ്ങനെ അതിന് മാറ്റം ഉണ്ടാവും? എങ്ങനെയാണ് പെട്ടെന്ന് ശരീരത്തിലേക്ക് ആ ഒരു ആരോഗ്യം തിരിച്ചു വരുന്നത്? അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഇതാണ്, വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സജീവമായ സാന്നിധ്യം ഉള്ളത് കൊണ്ടല്ലേ ആ കുഞ്ഞിന് ഇത് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ജീവൻ തിരിച്ചു വന്നതും ആരോഗ്യം തിരിച്ചു വന്നതും ഒക്കെ. അപ്പം ഞാൻ വിചാരിക്കുന്നു, ഇത് നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇത് അങ്ങോട്ട് അപ്പാടെ മറന്നു കളയാൻ പറ്റുമോ? ഉപേക്ഷിക്കാൻ പറ്റുമോ? ഈശോ ഉണ്ടെന്നേ, ഉറപ്പാണ്. ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്, അത് 100% ഉറപ്പാണ്. അച്ഛാ, എങ്ങനെയാ അച്ഛാ ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറുന്നത്? മോനെ, വിശുദ്ധ കുർബാന എന്ന ഈ കൂദാശയിൽ നമ്മൾ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഈ അപ്പത്തിന് യാതൊരു മാറ്റവും ഇല്ല, ഈ വീഞ്ഞിന് യാതൊരു മാറ്റവും ഇല്ല. ഇത് വീഞ്ഞായിട്ടും അപ്പമായിട്ടും തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ സഭ നമ്മളെ പഠിപ്പിക്കുന്നു, ഒപ്പം സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, തിയോളജി നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് വെച്ചാൽ സത്താപരമായ വലിയൊരു മാറ്റം സംഭവിക്കുന്നു. രൂപത്തിലും ഭാവത്തിലും യാതൊരു മാറ്റവും ഇല്ല. ഈ അപ്പം ആ അപ്പത്തിൻ്റെ അതേ ഘടന തന്നെയാണ്, വെളുത്തിരിക്കുന്നു, അപ്പം പോലെ തന്നെ ഇരിക്കുന്നു, ഒരു മാറ്റവും ഇല്ല. പക്ഷേ സത്തയിൽ ഇത് കർത്താവിൻ്റെ തിരുശരീരമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ വീഞ്ഞ് പോലെ തന്നെ അതിൻ്റെ അതേ ഘടന, ഒരു മാറ്റമില്ല. പക്ഷേ സത്തയിൽ അത് കർത്താവിൻ്റെ തിരുരക്തമായിട്ട് മാറുന്നു. ശരിക്കും പറഞ്ഞാൽ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഒരു മാറ്റവും ഇല്ല. ഇത് വിശ്വാസത്തിൻ്റെ ഒരു കാര്യമാണ്. നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ ഇത്
ഇത് നമുക്ക് കർത്താവിൻ്റെ തിരിശരീരവും കർത്താവിൻ്റെ തിരക്തവുമായിട്ട് യഥാർത്ഥത്തിൽ ഇത് മാറുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ കാണാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് നമുക്കിത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്നും ചിന്തിക്കരുത്. മറിച്ച് ഇത് വലിയ ഒരു സത്യമാണ്. ഇത് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ തിരിശരീരവും യഥാർത്ഥത്തിൽ ഇത് കർത്താവിൻ്റെ തിരുരക്തവും തന്നെയാണ്. അച്ഛാ, ഞാനിപ്പോൾ ഇവിടെ വന്ന് കണ്ടതുകൊണ്ട് ദിവികാരനും ഈശോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ വേണ്ടി എന്തെങ്കിലും തെളിവുകളുണ്ട് വേറെ? തീർച്ചയായിട്ടും ലോകത്തിൻ്റെ പല സ്ഥലത്തും ദിവികാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിവുണ്ട്. പ്രത്യേകമായിട്ട് നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓർമ്മയുള്ളത് 8-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ലാൻസിയാനോയിൽ നടന്ന ഒരു ദിവ്യാരുണ്യ അത്ഭുതമാണ്. അവിടെ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈ അപ്പവും വീഞ്ഞും, അപ്പം മാംസകഷ്ണവും വീഞ്ഞ് രക്തത്തുള്ളിയുമായിട്ട് മാറിയതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 13-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ബോൾസേന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നു. എന്താണെന്നോ, വിശുദ്ധ കുർബാന സമയത്ത് തിരുവോസ്തിയിൽ നിന്ന് തിരുരക്തം ഇങ്ങനെ ഒഴുകിയിറങ്ങി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, ദിവ്യകാരുണ്യ അടയാളങ്ങൾ നടക്കുന്നുണ്ട്. എന്തിനാ അടയാളങ്ങൾ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ: വിശ്വാസം വർദ്ധിക്കാൻ, വിശ്വാസത്തിൽ അല്പം കൂടി ആഴപ്പെടാൻ. നമ്മൾ ഈ കണ്ട 2 സ്ഥലത്തെയും അടയാളങ്ങൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം, അവിടെ ചിലപ്പോൾ വൈദികർക്കോ അവിടെയുള്ള വിശ്വാസികൾക്കോ ഒക്കെ വിശ്വാസത്തിൽ ഒരല്പം വ്യതിചലനം വന്നപ്പോൾ കർത്താവ് ഈ അടയാളങ്ങൾ കാണിച്ചു. അത് കണ്ട് അവർ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കാനായിട്ടാണ് കർത്താവ് ഇത്തരം അടയാളങ്ങൾ തരുന്നതെന്നാണ് സഭ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. അച്ഛാ, ഈ ദിവികാരുണ്യ അടയാളത്തിൽ ഈശോയെ കാണുമ്പോൾ എൻ്റെ മനസ്സ് തന്നെ നിറഞ്ഞൊഴുകുക. ശരിക്കും ഈ അടയാളങ്ങളിലൂടെ ഈശോ നമുക്ക് എന്നാ പറഞ്ഞു തരുന്നത്? മോനെ, അടയാളങ്ങളിലൂടെ ഈശോ എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ശരിക്കും ലോകത്തിൻ്റെ പല ഭാഗത്തും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കർത്താവ് നൽകിയതിൻ്റെ ഒറ്റ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: വിശ്വാസത്തിൽ നമ്മൾ അല്പം കൂടി ഉയരുക. കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഇതിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംശയിക്കുന്ന ഒരു ജനതയുടെ മുമ്പിലാണ് അടയാളങ്ങൾ, അത്ഭുതങ്ങൾ കർത്താവ് തരുന്നത്. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: അല്പം കൂടി വിശ്വാസത്തിൽ വളരുക, അല്പം കൂടി വിശ്വാസത്തിൽ ആഴപ്പെടുക. ഒരുപക്ഷേ വൈദികൻ്റെ സംശയങ്ങളായിരിക്കും ചിലപ്പം, ശരിക്കും വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ടോ? വിശ്വാസികളായിരിക്കും സംശയിക്കുന്നത്, വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ടോ? അപ്പോൾ കാലാകാലങ്ങൾ കൃത്യമായ അടയാളങ്ങൾ കർത്താവ് നൽകുകയാണ്. യെസ്, ഇതിനുള്ളിൽ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ പരിശുദ്ധമായ സാന്നിധ്യം ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടു വിശ്വസിക്കണം. അങ്ങനെ കണ്ടു വിശ്വസിക്കാൻ മാത്രമുള്ള വലിയ അടയാളങ്ങളാണ് കർത്താവ് ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ നമുക്ക് തരുന്നത്. അപ്പോൾ എന്തിനാണ് തരുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഇത്രയേ ഉള്ളൂ: വിശ്വാസത്തിൽ ആഴപ്പെടാൻ, വിശ്വാസത്തിൽ അല്പം കൂടി കർത്താവിലേക്ക് അടുക്കാനായിട്ട്. അതുമാത്രമാണ് ഓരോ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നിലുള്ള ഏറ്റവും വലിയ ഒരു ചിന്തയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാലോ എന്തുകൊണ്ടാണ് ഈ വിളക്കന്നൂർ ഇങ്ങനെയൊരു ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. ഈ വിളക്കന്നൂര് നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് മോനോട് പറയാൻ പറ്റുന്നത് ഇവിടുത്തെ വികാരിച്ചനാണ്. വികാരിച്ചൻ മോനോട് ഈ കാര്യം തീർച്ചയായിട്ടും പറയും. നമുക്ക് അച്ഛനടുത്ത് പോവാം. വിളക്കന്നൂറാലയത്തിൽ വെളിപ്പെടുത്തി ദൈവം തിരുമുഖഛായയെന്ന തിരുവോസ്തി. കേരളത്തിലെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതമാണല്ലോ നമ്മുടെ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ 2013 നവംബർ 15-ാം തീയതി കുർബാന മധ്യേ തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെട്ട ഈശോയുടെ ഈ അടയാളം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. തിരുസഭയുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് 3ാമതാണ് ഈശോയുടെ മുഖം തെളിയുന്നത്. ബാക്കി 2 ചരിത്രത്തിൽ വെറോനിക്കയുടെ തൂവാലയിൽ ഈശോയുടെ മുഖം തെളിഞ്ഞതും പിന്നെ തിരുക്കച്ചയിൽ ഈശോയുടെ മുഖം തെളിഞ്ഞതൊക്കെ ഉള്ളത് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെയാണ്. പക്ഷേ തിരുവോസ്തിയിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ധാരാളം നടന്നിട്ടുണ്ടെങ്കിലും തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിയുന്ന ഒരു അടയാളം, ഒരത്ഭുതം ലോകചരിത്രത്തിൽ തന്നെ ആദ്യമാണ്.
അതാണ് വിളക്കന്നൂരിലെ ദിവികാരുണ്യ അത്ഭുതത്തെ മറ്റ് ദിവികാരുണ്യ അത്ഭുതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന, അനന്യമാക്കുന്ന ഒരു കാര്യമെന്നുള്ളത്. പക്ഷേ ഈ ഒരു ദിവികാരുണ്യ അത്ഭുതത്തിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ അന്ന് വിശുദ്ധ ബലി അർപ്പിച്ച പ്രിയ ബഹുമാനപ്പെട്ട പതിക്കലച്ചൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഒരു രക്ഷയ്ക്ക് എപ്പോഴും ഒരു കുരിശുമരണം ഉള്ളതുപോലെ തന്നെ അച്ഛനും ഒരു മറ്റൊരു തലത്തിലുള്ള ഒരു ക്രൂശുമരണത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് ഈ ഒരു അടയാളം തിരുസഭയ്ക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഉണ്ടായത്. അച്ഛൻ്റെ അതുകൊണ്ട് ഒരു കണ്ണീരോടുകൂടിയുള്ള ഒരു വലിയൊരു പ്രാർത്ഥനയായിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും ഈ അടയാളത്തെക്കുറിച്ച് തിരുസഭ ഒരു ശരിയായിട്ടുള്ളൊരു വിശകലനം നടത്തി അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണമെന്നുള്ളത്. കാരണം പല സന്ദർഭങ്ങളിലും പല വേദികളിലും അച്ഛൻ പലതരത്തിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു സ്വാഭാവികമായ പരിണാമമാണ്. ഇങ്ങനെ ഒരു അടയാളം ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ ഇടയിൽ നിന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് അച്ഛനും പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ഒരു കുരിശുമരണത്തിന് തുല്യമായ ഒരു അനുഭവങ്ങളിലൂടെ, പീഡാനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് 2025 മെയ് മാസം 31 തിരുസഭ അതിൻ്റെ ഒരു 12 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ദിവികാരുണ്യത്തെക്കുറിച്ചുള്ള ഈ ഒരു അടയാളത്തെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി അത് ഔദ്യോഗികമായ ഒരു ദിവികാരുണ്യ അത്ഭുതമാണ്, അടയാളമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഈ ഒരു ക്രൂശുമരണത്തിൻ്റെ ഒരു കഥ അച്ഛന് പറയാനുണ്ട്. അച്ഛന് പല വേദികളിൽ ഇവിടെ വന്നപ്പോൾ അത് പങ്കുവെച്ചൊരു വലിയൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലും ഇങ്ങനെയുള്ള ഒരു ദിവികാരുണ്യത്തെ, പ്രത്യേകിച്ച് വിളക്കന്നൂരിലെ ദിവികാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും എല്ലാവരുടെയും വ്യക്തി ജീവിതങ്ങളിലെ മറ്റുള്ളവർക്ക് പ്രകാശമായതിൻ്റെ പുറകിൽ സ്വയം ഇല്ലാതായതിൻ്റെ, ശൂന്യവൽക്കരിക്കപ്പെട്ടതിൻ്റെ ഒരു കഥയുണ്ട്. അത് വിളക്കന്നൂർ ദിവികാരുണ്യ അത്ഭുതത്തിനും ഉണ്ട് എന്നുള്ളത് നമ്മളാരും മറക്കാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ്. ഇതിപ്പം ഒരു വലിയ അടയാളമായി, ഏവർക്കും സന്തോഷകരമായ ഒരു അടയാളമായി നമ്മുടെയൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉറവിടം അത്യുച്ചസ്ഥായിയായ വിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായിട്ടും സന്നിഹിതനായിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നത് നമുക്ക് കുറേയും കൂടെയൊക്കെ നമ്മുടെ ഒരു സിമ്പിൾ ഫെയ്ത്തിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ മനസ്സിലാക്കാൻ സഹായകരമായി ഒരു അടയാളം പ്രത്യക്ഷപ്പെട്ടപ്പോൾ സാധിക്കുന്നുണ്ട് എങ്കിൽ അതിന് പുറകിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു വേദനയുടെ കഥയുണ്ട് എന്ന് പറയുകയായിരുന്നു. പ്രത്യേകിച്ച് ഞാനിവിടെ വരുവാനായിട്ട് ഇടയായതിന് എന്താ കാരണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടൊന്നുമില്ല. കാരണം ഇങ്ങനൊരു ദിവികാരുണ്യ അത്ഭുതം ഉണ്ടായ ഒരു ഇടത്ത് വയ്ക്കാനായിട്ടുള്ള യോഗ്യതയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള നോട്ടഡ് ആയിട്ടുള്ള വ്യക്തിയൊന്നും അല്ല ഞാൻ. പിതാവ് ഒരു പക്ഷേ എന്നെ ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ചിലപ്പോൾ ചിന്തിച്ചത് എനിക്ക് തോന്നുക തോമാവരത്ത് ഇതിന് തൊട്ട് മുമ്പ് നടന്നൊരു ദിവികാരുണ്യ കോൺഗ്രസും അതിൻ്റെ കാര്യങ്ങളോടനുബന്ധിച്ചൊരു പക്ഷേ ദൈവം എന്നെ ഉപയോഗിച്ച ചില രീതികളും അതിനോട് നമ്മൾ കാണിച്ച ഒരു സഹകരണത്തിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ ആയിരിക്കാം പിതാവ് എന്നെ ഇവിടെ വെച്ചെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. പക്ഷേ അവിടെ എനിക്കുണ്ടായ ഒരു കുഞ്ഞനുഭവം എന്ന് പറയുക ആ ദിവികാരുണ്യ കോൺഗ്രസിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് ചെയ്ത ഒരു കാര്യം നമ്മൾ ദിവികാരുണ്യ പ്രദക്ഷിണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രദക്ഷിണത്തിൻ്റെ ഒരു ചാർജും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ചെയ്യുവാൻ വേണ്ടി എന്നെ അവിടുത്തെ വൈദിക സമിതിയിൽ എന്നെ നിയോഗിച്ചപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടത് അന്ന് ഒരു ദിവികാരുണ്യം വഹിക്കാനായിട്ടുള്ളൊരു മെത്തേഡ് എന്നതായിരിക്കും എന്നുള്ളതാണ്. കാരണം നമ്മളങ്ങനെ പൊതുവായിട്ട് എല്ലാ വർഷവും ചെയ്യുന്ന ഒന്നൊന്നും അല്ല ദിവികാരുണ്യ കോൺഗ്രസ് എന്ന് പറയുന്നത്. തലശ്ശേരി രൂപതയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ദിവികാരുണ്യ കോൺഗ്രസ്. അപ്പോൾ അത് ഇച്ചിരി വ്യത്യസ്തമായിട്ടും എല്ലാവർക്കും ഒരു വലിയ അനുഭവമായി തീരണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിന് ഈശോയെ വഹിച്ചു കൊണ്ടുപോകാവുന്ന ഒരു മെത്തേഡ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചിന്തയിൽ ഈ ദിവികാരുണ്യ ഈശോ ആ ദിനങ്ങളൊക്കെ എന്നെ വഴി നടത്തുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉള്ളത്. നമ്മൾ ചുമ്മാ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും ഈശോ അതിൻ്റെ ഓരോ അളവും ആ ഒരു പേടകം എങ്ങനെയായിരിക്കണം, അതിൻ്റെ നീളം എന്തായിരിക്കണം,
അതിൻ്റെ വീതി എന്തായിരിക്കണം, അതിൻ്റെ ആഴം എന്തായിരിക്കണം എന്നൊക്കെയുള്ള ഒരു ആ തലത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ കടന്ന് നടക്കുകയും നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ കൂടെ ഉണ്ണുകയും നമ്മുടെ കൂടെ ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവം എനിക്ക് ആ ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ ആ ഒരു ദിനങ്ങളിൽ പ്രത്യേകിച്ച് ഉണ്ടായി എന്നുള്ള വലിയൊരു സത്യമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ സന്തോഷങ്ങളുടെ ഒരുപാട് നാളുകളുണ്ട്, സങ്കടങ്ങളുടെ നാളുകളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ സന്തോഷങ്ങളുടെ നാളുകളിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസങ്ങളായിട്ട് ആ ദിനങ്ങൾ മാറി. ഇന്ന് രാത്രി വൈകിയൊക്കെ ആയിരിക്കും പലപ്പോഴും ഉറങ്ങുക. ഇതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുവാനും സഹായിക്കാനൊക്കെ ആയിട്ട് ദൈവജനത്തിന് വലിയ താല്പര്യമായിരുന്നു. ഞാനുണ്ടായിരുന്ന ഇടവകയിലെ മണ്ഡപ ഇടവകയിലെ ദൈവജനവും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. എന്നോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്ന അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അവർ ഇതിൻ്റെ അകത്തെല്ലാം സഹകരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഈ ഒരു അന്ന് പേടകം വഹിച്ചതൊക്കെ അതിൻ്റെ ഏറ്റവും മുൻപിൽ നിന്ന് അഭിവന്ധ്യ പമ്പ്ലാനി പിതാവ്. അതോടൊപ്പം തന്നെ വെളിപാട് പുസ്തകത്തിൽ ഒരു ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ അത് വഹിച്ച വൈദികർ, ആ ഒരു ദർശന ചിന്ത പോലും ഒരു ദൈവീക ഇടപെടലിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണെന്ന് പറയുക. അതെല്ലാവരുടെയും മനസ്സിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. അതിൻ്റെ ഒരു ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും അതിനെക്കുറിച്ചുള്ള ചിത്രങ്ങളൊക്കെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധങ്ങളായ ഇടങ്ങളിലും ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അത് ദൈവം രൂപകൽപ്പന ചെയ്തതാണ്, ദൈവം ഇടപെട്ടതാണ്. അതിനെ നമ്മുടെ അതിൻ്റെ അകത്തൊരു ചെറിയ സഹകാരികളാക്കിയെന്ന് മാത്രമുള്ളൊരു ചിന്തയാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ളത്. ഏതായാലും എൻ്റെ ജീവിതത്തിൽ ആ ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളുണ്ട്. എനിക്ക് അതിനു മുമ്പ് സ്ഥിരമായിട്ട് നടുവേദന വരുന്നൊരു പ്രയാസം ഉണ്ടായത്. പലപ്പോഴും ഭയങ്കര നൊമ്പരങ്ങളും വേദനകളും ഒക്കെ ആയിട്ട് നടുവേദന കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരുന്നു. ചിലപ്പോഴും മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ നടുവ് വെട്ടുക എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സന്ദർഭം. നമ്മളിപ്പോൾ അച്ഛന്മാർ ഒറ്റയ്ക്കാണല്ലോ താമസം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ നിരങ്ങി കട്ടിലിൽ കൂടിയൊക്കെ ഇഴഞ്ഞൊക്കെ പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്ന ഒരു സന്ദർഭം. നമുക്ക് ആരോട് പറയാനാണ്? നമ്മുടെ ആ ഒരു സങ്കടങ്ങളും ആ വേദനകളൊക്കെ നമ്മൾ തന്നെ മനസ്സിൽ കൊണ്ട് നടക്കുക എന്നല്ലാതെ. പക്ഷേ എൻ്റെ ഒരു അതിന് ശേഷമുള്ള ഒരു അനുഭവം എന്ന് പറയുക, ആ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് ശേഷം എനിക്കിതുവരെ നടുവേദന വന്നിട്ടുള്ളത്. അതായത് മാസത്തിൽ 2 തവണ ഈ നടുവേദന ഉണ്ടാകുന്ന എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഡോക്ടർമാരെയും കാര്യങ്ങളൊക്കെ കണ്ട എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അതിന് ശേഷം വന്നിട്ടില്ല എന്നുള്ളത്. ഇവിടെ വന്ന നാളുകൾ മുതൽ ഈ സെൻറ്ററിനെ എനിക്ക് തോന്നുന്നത് ദൈവം എന്തൊക്കെയോ ആഗ്രഹിച്ച് ഈ ഒരു അടയാളം നമുക്ക് തന്നതാണ്. അതിനൊരു നിയോഗമുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. ചുമ്മാ ദൈവം ഒരിക്കലും വ്യക്തി ജീവിതങ്ങളിലാണെങ്കിലും സഭാ ജീവിതങ്ങളിലുള്ള ഇടപെടലുകളിലൊക്കെ ആണെങ്കിലും ദൈവത്തിൻ്റെ ഓരോ ഇടപെടലിനും അതിലൊരു നിയോഗമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും കാലത്തെ ഒന്ന് വായന നടത്തുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന സത്യമാണല്ലോ. ഈ ഒരു കുഞ്ഞു ദേവാലയത്തിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മളെവിടെയൊക്കെയോ മറന്നു പോകുന്ന ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ തലം ഉണ്ട്. ഇല്ലായ്മയിൽ കുടികൊള്ളുന്ന ഒരു ദൈവീക സാന്നിധ്യം, ലാളിത്യത്തിൽ വാഴുന്ന ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം. അതുകൊണ്ടാവാം ഒരുപക്ഷെ വലിയ അമ്പരചുംബികളായ ദേവാലയങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്തൊരു ഒരു മനസ്സിൻ്റെ ഒരു സമാധാനം, സന്തോഷമൊക്കെ ഇവിടെ വരുമ്പോൾ മനസ്സിന് തോന്നുന്നു എന്ന് ഒരുപാട് പേര് പങ്കുവയ്ക്കുന്നു. നമുക്ക് പ്രത്യക്ഷത്തിൽ ഈ ഒരു ആലയത്തിന് ഒരു മേന്മ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഒരു വെച്ച് കെട്ടോ കാര്യങ്ങളോ അതിൻ്റേതായ ഭംഗിയോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിൾ, ഒരു 4 മറ കൊണ്ടുള്ള ഒരു ദേവാലയം എന്നല്ലാണ്ട് അതിനപ്പുറത്തൊന്നും ഇതിന് വലിയ പ്രത്യേകതകളൊന്നുമില്ല. പക്ഷേ ഇവിടെ മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷത്തോടുകൂടെ പോകുന്നു. ആരെയും അവിടെ നിയന്ത്രിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ ഒരു 5000-ഓളം വൈദികർ കഴിഞ്ഞ മെയ് 31-ന് ശേഷം ഇവിടെ വന്നു പോയിട്ടുണ്ട്. അത്രത്തോളം തന്നെ ബലിയും ഇവിടെ അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിരന്തരം ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വിശുദ്ധ ബലിയർപ്പണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു ടൈം ടേബിൾ പോലും നമ്മളാരും ക്രമപ്പെടുത്തിയതല്ല എന്നുള്ളത്. അന്ന് ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം മെയ് 31-ന് ഇവിടെ നടക്കുമ്പോൾ അന്ന് ഇങ്ങോട്ട് പിതാവ് പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്, ഇനി അടുത്ത കാര്യം എന്നതാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അന്നേരം വെറുതെ മനസ്സിൽ തോന്നിയത് എഴുതി കൊടുത്തു എന്നല്ലാതെ അതിൻ്റെ വരും വരായികളെക്കുറിച്ചോ അതെങ്ങനെ വന്ന് നടത്തും എന്നതിനെക്കുറിച്ചോ ഒക്കെ ഒന്നും ചിന്തിക്കാതെ പറഞ്ഞതാണ്.
പക്ഷേ ആ ഒരു അന്ന് പറഞ്ഞ ആ കാര്യം അതേപോലെ ഇതുവരെ ഇത്രയും കാലമായിട്ടും ഇപ്പോൾ ഒരു വർഷം ആകാൻ പോകുന്നു, എന്നിട്ട് അതിന് യാതൊരു വ്യത്യാസമില്ല. നമുക്കതിനെ ഒരിക്കലും ഒരു തടസ്സം വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ ഇല്ലായിരുന്നു. കാരണം വൈദ്യരില്ലേ, ഇഷ്ടംപോലെ അച്ഛന്മാർ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആരെയും വിളിച്ചിട്ടോ പറഞ്ഞിട്ടോ അറേഞ്ച് ചെയ്തിട്ടൊന്നുമല്ല, ആ സമയത്ത് അവിടെ ഉണ്ടാവും. നമ്മൾ കാണാത്ത നാടുകളിൽ നിന്ന്, കേൾക്കാത്ത നാടുകളിൽ നിന്നൊക്കെ ദൈവജനം ഇന്നും ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഈ പറയുന്ന പോലെ ഏകദേശം ഒരു 1000-ഓളം പേര് പുറത്തുനിന്ന് തന്നെ തീർത്ഥാടകരായ വാഹനങ്ങളിൽ വന്നു എന്ന് ഓർക്കണം. ഇന്ന് ഒരു സാധാ ദിവസം ഇത് തന്നെ സാധാരണ തീർത്ഥാടന സെൻറ്ററുകളിലൊക്കെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ആയിരിക്കും ആഴ്ചയിൽ. പക്ഷെ ഇതങ്ങനെയല്ല, ത്രൂ ഔട്ട് എല്ലാ ദിവസവും. ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടന്നു പോകുന്നത് കരുതുന്നു. അല്ലെങ്കിൽ ഇതൊന്നും നമ്മളാരും ഒന്നും നിയന്ത്രിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ ആ ദൈവിക പദ്ധതിയോട് ഓരം ചേർന്ന് നിൽക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ വരുന്ന വലിയൊരു മനസ്സിൻ്റെ വലിയൊരു നിലപാടെന്ന് പറയുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു തീർത്ഥാടനാലയവും ഇവിടുത്തെ ദൈവജനവും അവരുടെ വലിയൊരു മനസ്സും ഇവിടെ വരുന്നവർക്ക് ദിവികാരനീശം എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ഒരു വലിയൊരു സ്വാഗതം, ഒരു നല്ലൊരു ആതിഥേയനാകുവാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളത് അവരവരുടെ ത്യാഗങ്ങൾ കൊണ്ടും അവരുടെ സമയങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചും ആരോഗ്യം മാറ്റിവെച്ചും ഒക്കെ അവർ നടത്തിക്കൊണ്ട് പോകുന്നു. ഇതിൻ്റെ അകത്തും ഒരു നിർബന്ധമോ കാര്യങ്ങളോ മറ്റുള്ളവർക്ക് പേ ചെയ്തുള്ള പരിപാടികളൊന്നുമില്ല. അത് ഈ കാലങ്ങളിൽ അതാണ് ഞാൻ പറയുന്നത്. ഇത് ദിവികാരനീശോ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഈശോയുടെ ഒരു നിയോഗം പോലെ ഈ ഒരു അടയാളം ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അത് പൂർത്തീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി ഈ ആലയത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുക. നമ്മളതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വരുന്ന വൈദികർ, ആൾക്കാർ, അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ, ഒത്തിരി അടയാളങ്ങൾ, പ്രത്യേകിച്ച് സൗഖ്യങ്ങൾ. കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ലഭിച്ചതിൻ്റെ, അത് 10, 15, 20 വർഷം കഴിഞ്ഞിട്ട് പോലും കുഞ്ഞുങ്ങൾ കിട്ടിയതിൻ്റെ സാക്ഷ്യങ്ങൾ ഇവിടെയുണ്ട്. ഈ കാലഘട്ടത്തിൽ ഈശോയെ സ്നേഹിക്കുവാൻ യുവജനങ്ങളെ ഒരുക്കുന്ന ഒരു യൂത്ത് സെൻറ്ററും കുട്ടികൾക്കുള്ളൊരു ബൈബിൾ ഗെയിംസിൻ്റെയൊക്കെ ഒരു സെൻറ്റർ, അതുപോലെ തന്നെ ഒരു കേരള സഭയും കേരള സമൂഹവും ഒക്കെ ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധി, പ്രായമായി വരുന്ന പാവപ്പെട്ടവർക്ക് ഒരുപക്ഷെ അവരുടെ വാർദ്ധക്യകാലത്ത് അവരെ നോക്കാൻ ആരുമില്ലാത്ത ഒരു സന്ദർഭം വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്ന് താമസിക്കുവാനും അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ദിവികാരുണ്യം അതാണല്ലോ, ദിവികാരുണ്യത്തിൽ നിന്ന് ജീവകാരുണ്യത്തിലേക്ക് എന്ന് നമ്മെ തിരുസഭ പഠിപ്പിക്കുന്നത് പോലെ അതിൻ്റെ ഒരു ബാഹ്യമായ പ്രകാശനമായിട്ട് അങ്ങനെ ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു സെൻറ്ററും ഒക്കെ ഒരു പക്ക ഒരു ദിവികാരുണ്യ സെൻറ്റർ. അത് ബൈബിൾ പ്രമേയങ്ങളും ഈ കാലഘട്ടത്തിൻ്റെതായ ഒരു വായനയിൽ ഉരുത്തിരിയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തലങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുള്ള ആദിമ ക്രൈസ്തവ സമൂഹം എങ്ങനെ ജീവിച്ചുവോ, അവർ ദേവാലയം എന്നുകൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത്, അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, അതിൻ്റെ ഒരു ആധുനികവൽക്കരിക്കപ്പെട്ടൊരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ദൈവിക പദ്ധതിക്ക് മുൻപിൽ ഇവയെല്ലാം സമർപ്പിക്കുന്നു. അതിന് നമ്മുടെ പ്രിയപ്പെട്ട മേലധികാരികൾ, അഭിനന്ദ പിതാവിൻ്റെ വലിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി കൂടിച്ചേർന്ന് മുന്നോട്ട് പോകാമെന്നുള്ളൊരു ചിന്തയാണ് ഉള്ളത്. ഏതായാലും ഈ ഒരു അടയാളം എനിക്ക് തോന്നുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ നമ്മളെല്ലാം അർപ്പിക്കുന്ന, എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ പുറകെ പോകുന്നതൊക്കെ പലരും അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാറൊക്കെ. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും സത്യത്തിൽ നമുക്ക് ഈ ഒരു അടയാളം കൊണ്ട് ഇനി എത്ര വിശ്വാസമുള്ള ഒരു വ്യക്തിക്കാണ് എങ്കിലും അവൻ്റെ വിശ്വാസം കുറച്ചും കൂടെ ആഴപ്പെടാൻ അത് സഹായകരമാണ്. ഈ ഒരു വിശ്വാസം കുറഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ അതിനെക്കുറിച്ച് ആഴപ്പെടാനും ഈ ഒരു അടയാളം സഹായകരമാണ്. ഇവിടെ വന്നവർക്ക് ആർക്കും അതൊരു നന്മയിലേക്കല്ലാതെ, വിശുദ്ധ കുർബാനയിലുള്ള ആഴത്തിലേക്കല്ലാതെ വേറെ തരത്തിലും ഈ ഒരു അടയാളം തീർന്നിട്ടില്ല. അതിനുവേണ്ടി മാത്രമേ അത് ഉപകരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഒരുപാട് പേരുടെ കണ്ണീരിവിടെ പെയ്തിറങ്ങാറുണ്ട്. അതിൽ നിന്ന് ഉതിർകൊള്ളുന്ന വലിയ സന്തോഷത്തിൻ്റെ പൂക്കളും ദൈവികാന്റെ സന്നിധിയിൽ വിരിയാറുണ്ട്. ഈശോ എല്ലാവരും ഉറ്റുനോക്കാറുണ്ട്. വിളിക്കുമ്പോൾ വിളി കേൾക്കാനരികത്തോ ഞാനുണ്ട്. ഇന്നു നാഥൻ കനിഞ്ഞോതി കുർബാനയിൽ. ഇന്നു നാഥൻ കനിഞ്ഞോതി കുർബാനയിൽ. അച്ഛാ,
ഈശോയുടെ സാന്നിധ്യം എനിക്ക് ഇപ്പോൾ ശരിക്കും അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതെ മോനെ, ജീസസ് ഈസ് അലൈവ്.